ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ 19. ഒരു എളിയ വിരുന്ന്. താഴ്മ ധരിച്ചുകൊള്ളുവീൻ. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം. പൂനെയിലെ ഒരു സഭയിൽ സ്വമേധ സേവനത്തിന് വന്ന ഒരു വിദേശ മിഷണറിയെ അവിടെയുള്ള ചിലർ ഒരു അത്താഴ വിരുന്നിന് ക്ഷണിച്ചു. അവർ അടുത്തുള്ള ഒരു ഭക്ഷണശാലയിൽ പോയി. അവർ 7 പേര് ഉണ്ടായിരുന്നെങ്കിലും 5 കറിയാണ് ഓർഡർ ചെയ്തത്. ഇതെന്തും മര്യാദക്കേടാണ്, മിഷണറി ചിന്തിച്ചു. എന്നാൽ വിഭവം വന്നപ്പോൾ അവർ അതെല്ലാം തുല്യമായി വീതം വെച്ചു. മിഷണറിക്ക് 5 വ്യത്യസ്ത രുചികൾ പരിചയപ്പെടാനുമായി. ഭക്ഷണം അല്പം പോലും പാഴായതുമില്ല. ഇത് തന്നെ വിനയപ്പെടുത്തിയ ഒരു അനുഭവമായി. താൻ സേവനം ചെയ്യുവാൻ തെരഞ്ഞെടുത്ത പ്രദേശത്തെ സംസ്കാരം താൻ മനസ്സിലാക്കിയില്ലായിരുന്നു. അമേരിക്കയിൽ വ്യക്തി താല്പര്യത്തിനായിരുന്നു ഊന്നൽ എങ്കിൽ ഇന്ത്യയിൽ ജീവിതം സമൂഹമായിട്ടാണ് എന്ന് താൻ തിരിച്ചറിഞ്ഞു. ആഹാരവും വസ്തുക്കളും പങ്കുവെക്കുന്നത് വഴിയാണ് ആളുകൾ തമ്മിലുള്ള ഉറ്റ ബന്ധം നിലനിൽക്കുന്നത്. വിദേശ രീതികൾ മെച്ചമായിരുന്നില്ല, വ്യത്യസ്തം മാത്രമായിരുന്നു. താൻ കുറ്റമേറ്റു പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ സംഭവം എൻ്റെ കുറവുകൾ തിരിച്ചറിഞ്ഞ് താഴ്മ പ്രാപിക്കുവാനിടയാക്കി. മുൻധാരണകൾ തിരുത്തുന്നതിനോടൊപ്പം താഴ്മയോടെയുള്ളത് പങ്കുവെക്കുന്നത് വഴി മറ്റുള്ളവരെ കൂടുതൽ നന്നായി സേവിക്കാനാകും എന്ന് താൻ പഠിച്ചു. പത്രോസ് ഈ പാഠമാണ് സഭാ നേതൃത്വത്തെ പഠിപ്പിച്ചത്. മറ്റുള്ളവരോട് താഴ്മയോടെ ഇടപെടുക. അധ്യക്ഷന്മാരോട് ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തരുത് എന്നും ഇളയവരോട് മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ. എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ എന്നും ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു എന്നും പ്രഖ്യാപിച്ചു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ദൈവത്തിൻ്റെ മുൻപിലും മറ്റുള്ളവരുടെ മുൻപിലും ഇന്ന് താഴ്മയോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ചിന്തിക്കുക, നിങ്ങളെ ഭരിക്കുന്ന സംസ്കാര സംബന്ധിയായ മുൻവിധികൾ എന്തൊക്കെയാണ്? മറ്റുള്ളവരെ താഴ്മയോടെ സേവിക്കേണ്ടതിനായി ഈ മനോഭാവങ്ങളെ മാറ്റാൻ ദൈവത്തെ അനുവദിക്കുമോ? ദൈവത്തിന് മഹത്വം.